ഗുഡ് മോർണിംഗ്, സോറി ഗുഡ് ആഫ്റ്റർനൂൺ, ഈവനിങ് അയച്ചിട്ട്. ഗുഡ് നൈറ്റ്. താങ്ക് യു. എനിക്ക് ഈ ഒരു ഹാപ്പി മൊമെന്റ്സ് അല്ലെങ്കിൽ ഈ ഒരു ഹാപ്പി കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഒരു മലയാളി സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ എന്നെ പേഴ്സണലി ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ച അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്ത ഒരു കാര്യമായിരുന്നു ഗരുഡഗമന വൃഷഭവാഹന. അതിന്റെ റൈറ്റർ, ഡയറക്ടർ, ആക്ടർ ആയിട്ടുള്ള രാജ്ബി ഷെട്ടി സാർ മലയാളത്തിലേക്ക് വരുന്നു എന്നുള്ളത്. അതിന്റെ കൂടെ അപർണ ചേച്ചി എന്നെക്കാൾ ഏജ് കൂടുതലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 29. ഓക്കെ. അപ്പോ മലയാളികളുടെ ഒരു അഭിമാനമാണ് അപർണ എന്ന് പറയുന്നത്. ഒരു നാഷണൽ അവാർഡ് വിന്നറാണ്. എത്രയോ ക്യാരക്ടേഴ്സ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ളൊരു കോംബോ ഈ സിനിമയിൽ വരുന്നു എന്നറിയുന്ന ഒരു സമയം മുതൽ ഈ സിനിമയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ആസ് എ ഫിലിം വ്യൂവർ അല്ലെങ്കിൽ ക്രിറ്റിസൈസർ ഞാൻ കൂടുതൽ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് രുധിരം എന്ന് പറയുന്ന സിനിമ? രുധിരം എന്ന് പറഞ്ഞാൽ സംസ്കൃത വേർഡാണോ? രുധിരം കൈൻഡ് ഓഫ് സംസ്കൃതം എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ എണ്ണം രുധിരം മലയാളം വേർഡ് തന്നെയാണ്, ബട്ട് സംസ്കൃതത്തിലുണ്ട്. അതാണ് എന്റെ അറിവ് കേട്ടോ, അത് തെറ്റാണെന്ന് അറിയില്ല. രുധിരം അതായത് ബ്ലഡിന്റെ മീനിങ്സ് ആണ് ആക്ച്വലി. രുധിരം, നീണം, രക്തം എന്നൊക്കെ പറയുന്ന ബ്ലഡിന്റെ കുറച്ച് പര്യായങ്ങളുണ്ട്, അതിൽ വരുന്ന വേർഡാണ് രുധിരം. രുദ്ര is Raudra. Rudra is also like something which can scare you. Yes, the other meaning can be like like that. And നമ്മുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ റെഡ് ഒരു കളറാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും ഈ ഒരു ടൈറ്റിലിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നതാണോ? ടൈറ്റിലും ആ കളറും പറയുന്ന പൊളിറ്റിക്സും ഒക്കെയാണ് റിലേറ്റഡ് ആണ് രുധിരം. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് രുധിരത്തില്. ഓക്കെ. സാർ ഫസ്റ്റ് ടൈം ആണ് മലയാളത്തിൽ ഫസ്റ്റ് ആയിട്ട് കമ്മിറ്റ് ചെയ്തൊരു സിനിമയാണ് രുദ്രം എന്ന് പറയുന്നത് മലയാളത്തിൽ. സാറിന് എന്താ പറയുക, സാർ റൈറ്ററാണ്, സാർ ഡയറക്ടറാണ്, സാർ ആക്ടറാണ്. ഏത് പെർസ്പെക്റ്റീവിലാണ് മലയാളത്തിൽ ഞാൻ എൻട്രി ചെയ്യാൻ ഈ ഒരു സിനിമ എനിക്ക് യോഗ്യമാണ്, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഇന്ന് ക്വാളിറ്റി എനിക്ക് അട്രാക്ട് ചെയ്തു എന്ന് സാറിന് ഫീൽ ചെയ്തത് എപ്പോഴാണ്? അതെപ്പോഴും ഒരു പടത്തിന്റെ സ്റ്റോറി നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല. ഐ തിങ്ക് വി തിങ്ക് ആസ് ഓഡിയൻസ് ഈ പടം എനിക്ക് എൻഗേജ് ആയോ ഇല്ലയോ, അത് മാത്രം നമുക്ക് ചോദ്യങ്ങൾ. അപ്പോൾ ആ ഫിലിം എൻഗേജ് ആയാൽ ഇതിലൊരു പാട്ട് ആവാൻ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. സോ ഐ തിങ്ക് രുധിരം ക്രിയേറ്റഡ് ദാറ്റ് ക്യൂരിയോസിറ്റി വെദർ ഐ കൻ പുൾ ഓഫ് ദിസ് ക്യാരക്ടർ. ഇങ്ങനത്തെ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. അവൻ്റെ ഉള്ളിൽ ഒരു കാംനെസ് ഉണ്ട്, ഒരു സൊഫിസ്റ്റിക്കേഷനും ഉണ്ട്, പിന്നെ ഒരു വിഗറസ് ആയിട്ട് ഒരു ഫിയേഴ്സ് ആയിട്ടുള്ള ക്യാരക്ടറുമാണ്. അതെല്ലാം ഒരു ക്യാരക്ടറിൽ ചെയ്യാൻ പറ്റുമോ, ചെയ്താൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ പെർഫോമൻസിൽ? അതാണ് എൻ്റെ ഉള്ളിൽ ഉള്ള ചോദ്യങ്ങൾ. സോ ഫോർ ദ എക്സ്പ്ലോറേഷൻ ഓഫ് ദാറ്റ് ഐ തിങ്ക് ഐ സെലക്ടഡ് രുധിരം. മലയാളത്തിൽ അതിനുശേഷം സാറിന് ടർബോ റിലീസായി, കൊണ്ടൽ സിനിമ റിലീസായി. അതിനുശേഷമാണ് ഇപ്പൊ നമുക്ക് ഈ ഒരു സിനിമ റിലീസിന് വേണ്ടി ഒരുങ്ങിയിട്ടുള്ളത്. മലയാളികൾ കൂടുതൽ സാറിന് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സ്നേഹം സാറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അയ്യോ അതെ, റെസ്പോൺസും കാര്യങ്ങളും എങ്ങനെയുണ്ടാവും? അതെ. എപ്പോഴും എൻ്റെ ചാറ്റ് ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും കണ്ടാലും അണ്ണാ ലവ് ഫ്രം കേരള ആ മെസ്സേജ് ഉണ്ട് എപ്പോഴും. അതെ. അത് ഇത് ആഫ്റ്റർ നോട്ട് ഓൺലി ആഫ്റ്റർ ടർബോ, ഈവൻ ബിഫോർ ടർബോ, ഗരുഡഗമനത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു. അത് OTT വന്ന ശേഷം എനിക്ക് റെസ്പോൺസ് ഇവിടെ ഒക്കെ കേരള റൈഡർ ഏതോ ഒരു അക്കൗണ്ട്, ഇവർ എന്തിനാ എവിടെ കണ്ടു പടം, അത് കന്നഡത്തിലുണ്ട്, ഇവർ എങ്ങനെ ഈ പടം അറിയുന്നു. പക്ഷെ ഇവിടെ അത് അത്ര വൈറലായി. പിന്നെ ടോബി വന്നു, പിന്നെ ടർബോ വരുമ്പോൾ ഇന്നും കൂടുതൽ ഒരു മാസ് അപ്പീൽ അത്. അതെ, അങ്ങനെ ഞാൻ ഒരു ഭാഗ്യശാലിയാണ്. ഐ തിങ്ക് എൻ്റെ ഭാഗ്യമാണ് ഇത്. സോ ഇവിടുത്തെ ആൾക്കാർ അത്ര ഈസി ആയിട്ട് ഒരു പുതിയ ആക്ടറിനെ അക്സെപ്റ്റ് ചെയ്തു. അതേപോലെ കഥാപാത്രങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ആസ്വദിക്കാൻ സാധിക്കുന്ന കഥാപാത്രങ്ങൾ. അതെ. ഇപ്പം നമ്മള് കണ്ടുവരുന്ന സീക്വൻസിൽ ഇപ്പം സാറിനെ പോലെ തന്നെ നോൺ ഹേറ്റേഴ്സ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ ലിസ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ വൺ ഓഫ് ദ പേഴ്സൺ എനിക്ക് നേരത്തെ ഫീൽ ചെയ്തിട്ടുണ്ട്. റീസൺ, നമ്മൾ ആ ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ പലതും നമ്മളെ ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒന്ന്, നമുക്ക് നമ്മുടെ ഒരു അയൽപ്പക്കത്തെ കുട്ടി എന്നുള്ള രീതിയിൽ സ്നേഹം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഫോക്കസ് ചെയ്തെടുക്കുന്നതാണോ? കാരണം രുധിരം എനിക്ക് തോന്നുന്നു കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു കഥാപാത്രം എങ്ങനെയാണ്? ഇല്ല, അങ്ങനെ എടുക്കുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സും സ്ക്രിപ്റ്റുകളും ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ സബ് കോൺഷ്യസ്ലി എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കും ചിലപ്പോൾ ഇഷ്ടം, അറിയില്ല. പിന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെ ഇപ്പം രുധിരം അഗെയിൻ ഇറ്റ്സ് എ വെരി നോർമൽ ഗേൾ, പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ സിറ്റുവേഷനിൽ വരുമ്പോൾ കുറച്ച് എക്സ്ട്രാordinary ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് രുധിരത്തിൽ കാണിക്കുന്നത്. അഗെയിൻ ഇറ്റ്സ് എ വെരി നോർമൽ പേഴ്സൺസ് സ്റ്റോറി ആക്ച്വലി. അപ്പം എനിക്ക് പ്രോബബ്ലി കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരിക്കും കൂടുതൽ എന്നെയും അട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ഞാൻ ചൂസ് ചെയ്ത സ്ക്രിപ്റ്റിലൊക്കെ ആ ഒരു
ഗേൾ നെക്സ്റ്റ് ഡോർ അങ്ങനത്തെ ഒരു ഇത് ഉള്ളത് അതുകൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ് ഞാൻ അങ്ങനെ ചൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. എനിക്കങ്ങനെ എപ്പോഴും എന്താ പറയുക, ഇറ്റ്സ് ഓൾവേസ് എ ചാലഞ്ച് ടു ഡു ലൈക്ക് ദാറ്റ്. അത് ഇറ്റ്സ് ഓൾവേസ് ദയർ. പക്ഷെ നമുക്കായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ ഒരു കാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ലെവലിലാണ് ഞാൻ എപ്പോഴും സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുന്നത്. പിന്നെ പല ആസ്പെക്ട്സും ഉണ്ട്. ഇപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെടും, ആ ഒരു കഥയുടെ ഭാഗമാവണമെന്ന് തോന്നും, ഇറസ്പെക്റ്റീവ് ഓഫ് എനിത്തിങ് ആൻഡ് എവറിത്തിങ്. അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ ഭാഗമാവണം, ചിലരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള എനിക്ക് എപ്പോഴും അത് കിട്ടിയെന്ന് വരില്ല. ഇപ്പം റായനിൽ എന്നെ കാസ്റ്റ് ചെയ്തു, പക്ഷേ ഇപ്പം ഞാനത് പ്രോബബ്ലി റിജക്ട് ചെയ്തത് എനിക്കറിയില്ല. നെക്സ്റ്റ് സിനിമയിൽ ഇപ്പോൾ ധനുഷ് സാറിനോട് വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ അറിയില്ല. ഇപ്പം സൂര്യ പോട്ടർ ആണെങ്കിലും ഞാൻ ഒരു വർഷം മുഴുവൻ സിനിമയൊന്നും ചെയ്യാണ്ടാണ് അതിൻ്റെ കംപ്ലീറ്റ് ട്രെയിനിങ് കാര്യങ്ങളും എല്ലാത്തിനും വേണ്ടി സ്പെൻഡ് ചെയ്തത്. ബിക്കോസ് ഐ നോ ഹൗ മച്ച് ദാറ്റ് മീൻസ് ടു മീ. അപ്പം അങ്ങനെ പല ആസ്പെക്ട്സിലുമാണ് ഞാൻ സ്ക്രിപ്റ്റുകളും ഇതൊക്കെ ചൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ മുൻപ് നടന്നൊരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടു, മാം ഭാഷകൾ സംസാരിക്കുന്ന സമയത്ത് ഈസിലി ഭാഷകൾ ഗ്രാസ്പ് ചെയ്യാറുണ്ട് കാര്യം. ഇപ്പോൾ സുര റിപ്പോർട്ടറിൽ ബൊമ്മി എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തമിഴ് സ്ലാങ് യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഈ ഒരു സിനിമയിൽ ഫിസിക്കലിയും മാം കുറച്ച് ചാലഞ്ചബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ ഈ ആക്ഷൻ പോലുള്ള സീക്വൻസസും കാര്യങ്ങളൊക്കെ. അതിനുവേണ്ടി എന്തെങ്കിലും ട്രെയിനിങ്ങോ അല്ലെങ്കിൽ പ്രിപ്പറേഷൻസോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു. കുറച്ച് ബേസിക് ആയിട്ടുള്ള ടെക്നിക്സ് പഠിപ്പിച്ചായിരുന്നു. ബിക്കോസ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആക്ടേഴ്സ് ആണ്. ഇപ്പോൾ ഒരു പരിധി കൂടുതൽ നമ്മൾ ചെയ്ത് നമുക്ക് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് എൻറ്റയർ ഫിലിമിനെ ബാധിക്കും. എനിക്കിപ്പോൾ നെക്സ്റ്റ് ഡേ ഷൂട്ടിന് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് എൻറ്റയർ എക്സ്പെൻസ് അടക്കമുള്ള എല്ലാം എഫക്റ്റ് ചെയ്യും. സോ വി ഹാവ് ടു ബി കെയർഫുൾ. വി കനോട്ട് ഗോ ഓൾ ഔട്ട് ഓൺ ലൈക്ക് ഇപ്പോൾ സ്റ്റണ്ട്, സ്പെഷ്യലി സ്റ്റണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോഴും ചെയ്ത് ശീലമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ നമ്മളത് ഫുൾ ഓൾ ഔട്ടായിട്ട് ചെയ്യുമ്പം നമ്മൾ ആവേശമൂത്ത് ചെയ്യും. പക്ഷേ അതിൻ്റെ വേറൊരു വലിയ പ്രോബ്ലം, ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് സംതിങ് ഹാപ്പൻസ്, നമുക്ക് ഒരു വെറുതെ കൈ ഒടിഞ്ഞാൽ പോലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിറ്റേ ദിവസത്തേക്ക് നമ്മൾ വീട്ടിൽ കിടപ്പ് തന്നെയാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ മാക്സിമം സൂക്ഷിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അപ്പം അതിനുള്ള ബേസിക് ട്രെയിനിങ്ങുകൾ, ഞാൻ ഇതിൽ ചെയ്ത കുറച്ച് സ്റ്റണ്ടുകളുടെ ബേസിക്സ് പഠിപ്പിച്ചു തരാനായിട്ട് നമ്മൾ കുറച്ച് ദിവസം ഇവിടെ എറണാകുളത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയിട്ട് ചേതൻ മാസ്റ്ററിൻ്റെ അവരുടെ ടീം നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ സീക്വൻസുകൾ വർക്ക്ഔട്ട് ചെയ്യാനും നമുക്കും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പ്ലേ ഔട്ട് ചെയ്യാനൊക്കെ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപർണയുടെ ക്യാരക്ടറിനെ കാണുമ്പോൾ അവരൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ആളാണെന്ന് ഒരിക്കലും ഫീൽ ചെയ്യാനും പാടില്ല. ആ ക്യാരക്ടർ അങ്ങനെയാണ് ഡിമാൻഡ് ചെയ്യുന്നത്. ഓർഡിനറി വുമൻ എക്സ്ട്രാordinary സിറ്റുവേഷനിൽ വരും. ബോഡി ലാംഗ്വേജ് ആയാലും എല്ലാം ആ സിറ്റുവേഷനാണ് അവർ അതിലേക്ക് എത്തിക്കുന്നത്. അവർ അതിനു വേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള പ്രിപ്പയർ ആയിട്ടുള്ള ഒരു ലേഡി അല്ല. ബട്ട് ആ സിറ്റുവേഷനിൽ ആരായാലും ചെയ്തു. അപ്പം അതും കൂടെ എന്താ പറയാ വെച്ചിട്ട് വേണം അവരുടെ ആ ഫിസിക്കും അപ്പിയറൻസും ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ. ആ സീക്വൻസ് ഡിമാൻഡ് ചെയ്യുന്ന എഫേർട്ടിന് വേണ്ടിയിട്ട് ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് അതെ ആ ഒരു ഡാൻസറിനുള്ള ഫ്ലെക്സിബിലിറ്റി. പിന്നെ സാറ് ഓൾറെഡി പിന്നെ സാറിനും കുറച്ച് ഇത്തരം കാര്യങ്ങൾ സീക്വൻസ് ഒക്കെ ചെയ്തിട്ട് സാറിന് അറിയാം ആക്ച്വലി എന്താണെന്നുള്ളത്. സാർ ഇപ്പൊ ഫസ്റ്റ് ഫിലിമാണ് സാർ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായിട്ട്. അപ്പം ഇതൊരു സർവൈവൽ റിവെഞ്ച് സ്റ്റോറിയിലേക്ക് ഫോക്കസ്ഡ് ആയതാണോ, ഇല്ല അങ്ങനെ ഒരു പ്ലോട്ട് നമ്മളിലേക്ക് എത്തിയ സമയത്ത്, കാരണം ഇതിനൊരു കോ റൈറ്റർ കൂടിയുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇപ്പൊ നിങ്ങളുടെ ആ സ്റ്റോറിയിലേക്ക് എത്തിപ്പെട്ടതാണോ അല്ല നിങ്ങൾ ഈ ഒരു ജേണർ ഓഫ് വേണമെന്ന് ഡിസൈഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത്? അല്ല, ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ എൻ്റെ മനസ്സിലായിരുന്നു ആദ്യം വന്നിരുന്നത്. സ്റ്റോറി എൻ്റെ തന്നെയാണ്. അപ്പോൾ പിന്നീട് ആ സ്റ്റോറി നമ്മൾ ലോക്ക് ആയതിനു ശേഷം ഞാൻ അതിൻ്റെ കോറേറ്റർ കിരണായിട്ട് ഞങ്ങൾ ഇരുന്നിട്ട് ഇത് ഡെവലപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു അത് പറയാൻ പറ്റത്തില്ല. അവിടേക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ്, ഒരു എനിമൽ എത്തുന്നു. അതായിരുന്നു എൻ്റെ പ്ലോട്ട്. ഇപ്പം നിങ്ങൾക്ക് അറിയുമായിരിക്കും. അപ്പോൾ ആ വ്യക്തി എത്തിയിട്ട് അവിടെ നിന്ന് ഇവരുടെ രണ്ടുപേരുടെയും ജേണി എന്തായിരിക്കും, അതായിരുന്നു ഇതിൻ്റെ ഒരു ബേസിക് ത്രെഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ക്യാപ്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാപ്ഷൻ ആയിരുന്നു. ആക്ച്വലി ഞാൻ വേറൊരു പടം ഇതിനു മുമ്പ് എപ്പോഴും നമ്മൾ ആദ്യം ആലോചിക്കുന്ന സിനിമ തന്നെ ആയിരിക്കണം സംഭവിക്കണം എന്നില്ല. അപ്പം ഇതിനു മുമ്പ് നമ്മൾ വേറൊരു സിനിമയെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഈ ക്യാപ്ഷൻ എനിക്ക് ഭയങ്കര ക്യാച്ച് ചെയ്യുന്നു. ഒരു ആഫ്രിക്കൻ പ്രോവർബാണ്. അപ്പം ഈ ക്യാപ്ഷൻ വെച്ചിട്ട് എങ്ങനെയായിരിക്കും ഈ രണ്ട് ക്യാരക്ടേഴ്സും വർക്ക് ചെയ്യുക എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് പിന്നെ നമ്മൾ മൊത്തം ഡെവലപ്പ് ചെയ്യുന്നത്. ദി ആക്സ് ഫോർഗറ്റ്സ് ബട്ട് ദി ട്രീ റിമെമ്പേഴ്സ്. സാർ ഇപ്പം സാറിനെ ചോദിച്ചപ്പോൾ ഇപ്പൊ സാറിന്റെയും ഫസ്റ്റ് ആസ് എ പ്രൊഡ്യൂസർ സാറും ഫസ്റ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി കേൾക്കുന്ന സമയത്ത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല കാസ്റ്റിംഗ് കൺഫേംഡ് ആയതിനു ശേഷം ആയിരിക്കണം എന്നില്ല. സാർ കഥ കേട്ടിട്ടുണ്ടാവും. അപ്പൊ കഥയിൽ ഈ വിശ്വാസം അർപ്പിക്കാൻ സാറിന് എലമെന്റ് ആവുന്നത് എന്തൊക്കെയായിരുന്നു? സാർ എങ്ങനെയാണ് ഈ സിനിമ ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ? ഞാൻ കുറെ കഥ കേട്ടിട്ടുണ്ട്. അതിൽ ഇത് ഒരു വ്യത്യാസമുണ്ട്, പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇത് താല്പര്യപ്പെട്ടത്.
പക്ഷെ ഞാൻ വിചാരിച്ചേക്കാളും കൂടുതൽ ഇവര് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫിനിഷ് ചെയ്തപ്പോൾ നമുക്ക് അതിലും നല്ല രീതിയിൽ അതുകൊണ്ട് ഞാൻ സാറും ആ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക്, കാരണം രാജ് സാർ പോലൊരു സാറ് നമ്മളെ മലയാള സിനിമയിലേക്ക് വരുന്നു എന്ന് നമുക്ക് ആദ്യമേ ഡിമാൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല, കൺഫേം ചെയ്യാൻ പറ്റില്ല. അപ്പം സാർ ഈ ഒരു കഥ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് ഇതിന് ആവശ്യമുണ്ട് എന്ന് വന്നപ്പോൾ ഞാനിപ്പോ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് ഒരു സമ്പൺ ഈസിലി റീപ്ലേസബിൾ ആയിട്ടൊരു കഥാപാത്രമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ചാലഞ്ചബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുമ്പോൾ സാറിന് എത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്നു രാജ് സാർ പോലൊരു ആള് നമ്മുടെ സിനിമയിലേക്ക് വരും എന്നുള്ളത്? അല്ല, രാജ് സാറും അപർണയും രണ്ടുപേരും എനിക്ക് നമ്മൾ ഈ രണ്ടുപേരെയും പോർട്രേറ്റ് ഒന്ന് സ്കെച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും നമ്മൾ അന്വേഷിക്കുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഇത് പെർഫോം ചെയ്യാനുള്ള ആരായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് അപർണയുടെ അടുത്ത് എത്തുന്നത്. ആദ്യം നമ്മൾ അപർണയുടെ അടുത്ത് നരേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നരേറ്റ് ചെയ്ത് അപർണ സബ്ജക്ട് നമ്മൾ പറഞ്ഞപ്പം അപർണ പറഞ്ഞു ഓക്കെ ചെയ്യാം ചേട്ടാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്നാണ് ആക്ച്വലി പ്രൊജക്ട് രുതിരം എന്ന് പറയുന്ന സിനിമ ഓൺ ആവുന്നത്. അപ്പോഴും ഓപ്പോസിറ്റ് വരണം, ഓപ്പോസിറ്റ് മാത്യു എന്ന് പറയുന്ന ക്യാരക്ടർ വരണം. അപ്പൊ നമ്മൾ പല ഫേസുമായിട്ടും പല മുഖങ്ങളുമായിട്ടും കണ്ടിട്ടുള്ളവരടുത്തൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, സംസാരിച്ചു. അപ്പം പലർക്കും ഈ ക്യാരക്ടറിന്റെ ചില കാര്യങ്ങളൊക്കെ കണക്ട് ആയിണ്ടാവില്ല, മേ ബി അവർക്കത് കണക്ട് ആയിണ്ടാവില്ല, ചിലപ്പം അവരെ ബാക്ക് ഔട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ പുറത്തുനിന്നല്ല ആക്ച്വലി ഒരു ഡിസ്കഷനിൽ ഇങ്ങനെ നമ്മൾ ആ സമയത്ത് മൂവി ബഫ്സിന്റെ ഇടയിലൊക്കെ ഈ പറയുന്ന ഗരുഡകമനെ ഭയങ്കരമായിട്ടല്ലേ മൂവി ഗ്രൂപ്പ്സിന്റെ ഒക്കെ ഇടയിൽ ഭയങ്കരമായിട്ട് ഡിസ്കഷൻ നടക്കുക. അപ്പം ഞാനത് 2-3 തവണ C5 ഇങ്ങനെ OTT റിലീസ് ആയപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു കിട്ടി അടിപൊളിയായിരിക്കും എന്ന് വെറുതെ പറയുമോ. അപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ പറയണേ ഓ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കണക്ഷൻ ഉണ്ട്, മിഥുൻ മുകുന്ദൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. അപ്പൊ അങ്ങനെ മിഥുനെ ഞാൻ വിളിച്ചു, എനിക്കിങ്ങനെ പറയാൻ പറ്റുമെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു രാജ് നന്നായി മലയാളം പറയും, രാജ് മലയാളം പടമൊക്കെ കാണും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു അപ്പോയിന്റ്മെന്റ് എടുത്തു തരാൻ പറ്റുമോ, എനിക്കൊരു സബ്ജക്ട് പറയാനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും കോറേറ്ററും കൂടെ പോയിട്ട് ഞങ്ങൾ നരേറ്റ് ചെയ്തു. അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പുള്ളി അത് യെസ് പറഞ്ഞു. അതാണ് ഉണ്ടായത്. സാറിന് പക്ഷെ ആദ്യം മലയാളം അറിയില്ലായിരുന്നു, മലയാളം അറിയാമെന്നുള്ള രീതിയിലാണ്? അല്ല, ആക്ച്വലി എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് അവർ രണ്ടുപേരും വളരെയധികം മലയാളം സംസാരിക്കാറുണ്ട്. രാജിന് മാംഗ്ലൂർ ആയതുകൊണ്ട് മലയാളം കണക്ട് ആവും, മലയാളം സിനിമകൾ കാണാറുണ്ട്, അപ്പം ധൈര്യമായിട്ട് വന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഓക്കെ. നമുക്ക് ശരിക്കും ഇവിടെ മിസ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് മിഥുൻ മുകുന്ദൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ. ഇപ്പൊ സാറിന്റെ മുന്നത്തെ 2 സിനിമകളിലാണെങ്കിൽ ടോബിയിലും പുള്ളിയാണ് ചെയ്തിട്ടുള്ളത്, റോഷാക്കിലും പുള്ളിയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയും ഒരു ഡിസ്ട്രാക്ഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മ്യൂസിക് ഡയറക്ടർ എളുപ്പത്തിൽ സാധിക്കാനാവുന്ന ഞാൻ വിശ്വസിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു വർക്കിന്റെ ട്രെയിലർ കണ്ട സമയത്ത് തന്നെ ഭീകരമായ ഹൈപ്പ് ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അതെ, അത് ഫോർ മ്യൂസിക് ആണ് ചെയ്തത്, എന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിലും ഇതൊന്നുണ്ടായിരുന്ന പ്രൊജക്റ്റിൽ, പക്ഷെ അത് നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി പുള്ളിക്ക് വേറെയും കുറച്ച് പ്രൊജക്ട്സിന്റെ ഭാഗമായി അതെ ആ സമയം ആയതുകൊണ്ട് നമ്മൾ വേറെ ഫോർ മ്യൂസിക്കിലോട്ട് പോകുമായിരുന്നു. പക്ഷെ അവർ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവർ വൺ ഓഫ് ദ ബെസ്റ്റ് നോട്ടീസ് ചെയ്യുന്ന ഒരു വർക്ക് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. സാർ ഇപ്പം നമ്മൾ നേരത്തെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുന്നേ സംസാരിച്ചത് സമ്മർ ഇൻ ബത്ലഹേമിലെ ഒരു ഡയലോഗ്. അപ്പൊ ആ സമയത്ത് ആക്ച്വലി ആ ഡയലോഗ് ആർക്കും തന്നെ മനസ്സിലാവുന്നതായിരുന്നില്ല, അതുകൊണ്ടായിരുന്നു ആ ഒരു ഹ്യൂമർ എലമെന്റ് ആയിരുന്നു, അത് വർക്കായിരുന്നു. ഇപ്പോ കന്നഡ അല്ലെങ്കിൽ കന്നഡിക എന്നുള്ളൊരു മോഡിൽ മലയാളികൾ ഭീകരമായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നുണ്ട്, സിനിമകൾ കണ്ടു തുടങ്ങുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നാണ് സാർ. അപ്പൊ ഈ സിനിമകൾ കേരളത്തിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാർഗറ്റ് പാൻ ഇന്ത്യൻ മേക്ക് ചെയ്യണം എന്നൊരു ഡിസിഷൻ ഉണ്ടായിരുന്നു? ഒരു സ്ട്രാറ്റജി മാത്രമേ ഉള്ളൂ, നല്ല പടം ചെയ്യണം, അത്ര. ഗരുഡഗമനം ചെയ്യുമ്പോൾ ഇത് ഇവിടുത്തെ ആൾക്കാർ കാണുന്നു അങ്ങനെ ഒന്നും ആഗ്രഹമില്ലായിരുന്നു എനിക്ക്. നല്ല പടം ചെയ്യണം, ചെയ്താൽ എല്ലാ ആൾക്കാരും കാണും, അതാണ് ഇപ്പോഴത്തെ നല്ല സ്ട്രാറ്റജി. ഔട്ട് ഓഫ് ദ ലാംഗ്വേജ് നമുക്ക് ഏത് ലാംഗ്വേജ് ആണെങ്കിലും കുഴപ്പമില്ല. ബംഗാളി ഫിലിം ആയെങ്കിലും നമുക്ക് നല്ല ഫിലിം ഉണ്ടെങ്കിൽ നമുക്ക് ഫിലിം ബബ്സൊക്കെ അത് അറിയും. കുറച്ച് ടൈം വേണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഗരുഡഗമനം ചെയ്തിട്ടുണ്ട്, രുദ്രമ്മൻ്റെ ഇന്നൊരു സ്റ്റെപ്പാണ്. അങ്ങനെ ഒരു 5 വർഷത്തിൽ ഒരു നല്ല പടം ചെയ്താൽ അതാണ് ഈസി, നമുക്ക് മാർക്കറ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ലാംഗ്വേജ് നമുക്ക് വേറെ ലാംഗ്വേജ് നമുക്ക് പോകാൻ പറ്റും. അത് മാത്രമേ ഉള്ളൂ. I think constant learning and making better films and becoming better actor and technician and filmmaker. That's the only best strategy that you can apply rather than fooling people. For marketing. അത് മാർക്കറ്റിംഗ് അല്ല, നല്ല പടം ചെയ്തു ഓട്ടോമാറ്റിക്കലി. അതെ, ഇപ്പോൾ ഒന്നുമൊട്ടേ കഥ ചെയ്യുമ്പോൾ ആർക്കും അറിയില്ലായിരുന്നു. എൻ്റെ പടം ഇവിടെ റീമേക്ക് ചെയ്തു, പക്ഷെ still many people didn't know, like there is a filmmaker like by the name Raj B. Shetty. പിന്നെ ഗരുഡഗമനം വന്നു. അപ്പൊ അതെ അല്ലേ, because of Garudagaman I am here, right? There is no doubt about it. I think if I create better projects and good cinemas that I can create, അത് മാത്രമേ ഉള്ളൂ സ്ട്രാറ്റജി. കോൺസ്റ്റന്റ് ലേണിംഗ് ആൻഡ് കോൺസ്റ്റന്റ് മേക്കിംഗ് ഗുഡ് ഫിലിംസ്. എനിക്ക് തോന്നുന്നു സാർ ആക്ച്വലി ആഫ്റ്റർ പാൻഡമിക് സിറ്റുവേഷൻ എല്ലാവരും ലാംഗ്വേജ് ബാരിയർ അങ്ങ് പോയി. കാരണം എല്ലാവരും വീട്ടിലിരുന്ന സമയത്ത് OTT
അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഒത്തിരി പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഈ ലാംഗ്വേജ് ബാരിയർ അങ്ങ് ഓഡിയൻസിന് മുമ്പിൽ നിന്ന് പോയി. അപ്പം അവിടെ ലോകത്തുള്ള എല്ലാ സിനിമയും അവന് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് അവൻ എത്തി. കാരണം വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ ആ സമയത്ത്. അപ്പം അവിടെ സ്പാനിഷ് ആയിക്കോട്ടെ, യൂറോപ്യൻ ലാംഗ്വേജ് ഏതായിക്കോട്ടെ, ഇപ്പം അത് കാണുമ്പം എല്ലാവരും സബ് ടൈറ്റിൽ ഫോളോ ചെയ്തിട്ട് സിനിമ കാണുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. പക്ഷേ സിനിമയ്ക്ക് ആ മാജിക് ഉണ്ട്. നിങ്ങൾ ആ സബ് ടൈറ്റിൽ ഫോളോ ചെയ്തില്ലെങ്കിൽ പോലും ആ വിഷ്വൽ ലാംഗ്വേജ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പം എനിക്ക് ഭയങ്കര ഇൻസ്പയർ ചെയ്യും, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡയറക്ടറാണ് ഓറിയൽ പോളോ എന്ന് പറഞ്ഞിട്ട്, സ്പാനിഷ് ഡയറക്ടർ. അപ്പോൾ പുള്ളിയുടെ ഒത്തിരി പടം, 1-2 പടങ്ങൾ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട്. ബോഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ഇൻവിസിബിൾ ഗസ്റ്റ്, അങ്ങനെ 5-6 പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു വെബ് സീരീസ് ആണ് ഇൻസെന്റ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിയുടെ പടം നമുക്ക് ഈ സബ് ടൈറ്റിൽ ഫോളോ ചെയ്യണമെന്നില്ല. ആ ഹ്യൂമൻ ഇമോഷൻസ് ആണ്, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഹ്യൂമൻ ഇമോഷൻസിന്റെ ലോകത്ത് എല്ലായിടത്തും ഒരു ലാംഗ്വേജ് ഉള്ളൂ. പക്ഷേ നമുക്ക് എല്ലാ സിനിമകളും നമുക്ക് അങ്ങനെ വിത്തൗട്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ഈ വിഷ്വൽ ലാംഗ്വേജിന്റെ ഒരു ഗുണം. അല്ല, അവർ പറയുന്നത് ചില സമയങ്ങൾ ചില പടങ്ങൾ ഡയലോഗ് ഹെവി പടങ്ങൾ അതുണ്ടാവും. ഡെഫിനറ്റ്ലി. അപ്പം അതാണ് ഞാൻ കരുതുക. ഒരു ആട്ടമില് ഡയലോഗ് ബേസ്ഡ് ഉണ്ട്. ഡിഫിക്കൽട്ട് ആയിരുന്നു മനസ്സിലാക്കാൻ. അതർ ലാംഗ്വേജിലെ ആൾക്കാർക്ക് കുറച്ച് എഫേർട്ട് എടുക്കാൻ. സബ്ടൈറ്റിൽ കണ്ടു. അതെ, ഓക്കെ. നമുക്കിപ്പം ഈസിലി അത് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പം സബ് ടൈറ്റിൽസ് കാണുന്ന സമയത്ത് പോലും കുറച്ചുകൂടി ഡിഫിക്കൽട്ട് അല്ലേ നമുക്ക് ചെയ്യുന്ന സമയത്ത്? ഓക്കെ. ഇപ്പോൾ നാർക്കോസ് ഇവിടുത്തെ ഇൻ ഇന്ത്യ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഫേമസ് എന്താ വെബ് സീരീസ്. നീ കണ്ടല്ലേ? അതിൽ സ്പാനിഷ് ആണ്, 80% സ്പാനിഷ് ആണ്. ആൾക്കാർക്ക് അത് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഇല്ലെങ്കിൽ ആമസോൺ പ്രൈം വരുമ്പോൾ അത് ഇതായി, അത് മാറി. അത് ഇപ്പോൾ അവർക്ക് കണ്ടന്റ് മാത്രമേ ഉള്ളൂ. അവർ സബ് ടൈറ്റിൽ വായിച്ചിട്ട് അത് ഹാബിറ്റ് ആയിട്ട് പോയി. ഇപ്പോൾ ശീലങ്ങളായി. ഈവൻ ബിഫോർ ഓൾ ദീസ് തിങ്സ് കെയിം, സൈറാട്ട് എന്ന് പറഞ്ഞ ഫിലിം ഉണ്ടല്ലോ, ഈ ഫിലിം. അതെ, അത് മാത്രമല്ല, അതിന് മുമ്പ് നമ്മുടെ നമ്മുടെ അല്ലു അർജുൻ സാറുടെ പടം ഉണ്ടായിരുന്നില്ലേ? അതിന് മുമ്പ് സ്റ്റാർട്ടിങ് ഒരു പടം ഇവിടെ അതെല്ലാം ആക്ച്വലി സർ ഡബ് ആണോ? ഓക്കെ. ആക്ച്വലി ഒറിജിനൽ ഡയലോഗ്സിൽ വന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ അത് ഒറിജിനൽ ലാംഗ്വേജിൽ തന്നെ ഇതായി സൂപ്പർ ഹിറ്റ് തെലുങ്കിൽ തന്നെ. തെലുങ്കില് അതെ, അവിടെ തുടങ്ങി. ഇപ്പോ ആ ട്രാൻസ്ലേഷൻ വർക്ക് കുറച്ച് ഇയേഴ്സ് വേണം, ടൈം എടുക്കണം. അപ്പം നമുക്ക് ഇതിലൊരു സാറിന്റെ ക്യാരക്ടർ, സാറിന്റെ ക്യാരക്ടർ ഒരു കന്നഡികയായ ഡോക്ടറാണ് ഞാൻ അറിഞ്ഞത്. അപ്പം കന്നഡികയായിട്ടൊരു മലയാളി നായകൻ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് സൂപ്പർ ഹിറ്റാണ് കേരളത്തിൽ ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ ചട്ടഞ്ചാറിലെ മമ്മൂക്ക ചെയ്തൊരു ക്യാരക്ടർ ആണെങ്കിലും മാവേസ്റ്റിൽ ഫഹദ് ഫാസിൽ ചെയ്തൊരു ക്യാരക്ടർ ആണെങ്കിലും, പക്ഷേ ഈ ഒരു കഥാപാത്രം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കന്നഡിക സംസാരിക്കുന്ന വേറൊരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ആ ഒരു കഥാപാത്രവും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ ഭാഷ സംസാരിക്കുന്നതിന് ഒരു ലിമിറ്റേഷൻസ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു? ഇപ്പൊ അതെ, എവറി ടൈം when we play a character, we don't see how people accept it. We see how we can bring it close to the vision of the director or writer. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ നമുക്ക് ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടുമല്ലേ, അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം നമ്മുടെ ആക്ടിങ് ത്രൂ. അത് ഐ തിങ്ക് വി നീഡ് ടു ട്രാൻസ്ഫർ ദാറ്റ്സ് ദ ഓൺലി തിങ് വി നീഡ് ടു ഡു. സോ എൻ്റെ ഇപ്പോൾ ഞാൻ എന്താ ചെയ്തു, ഞാൻ എല്ലാ ഡയലോഗും ട്രാൻസ്ലേറ്റ് ചെയ്തു, എവറി വേർഡ് ബൈ വേർഡ്, ബിക്കോസ് എവറി ലാംഗ്വേജ് ഹാസ് ഡിഫറെൻറ്റ് ടോൺ. ആൻഡ് സോ ദ മൊമെന്റ് I translate every word, ഇതെന്തിനാ ഈ ടോൺ പറ, ഓക്കെ സോ വി പ്രൊണൗൺസ് ഇറ്റ്, ഓക്കെ ഏനോ എന്താ, സോ ഇതിൽ ദാത്തിലൊരു ചെറിയ ഒരു ഹൈപ്പ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഐ നീഡ് ടു മാർക്ക് ഇറ്റ്. ദാറ്റ്സ് നോട്ട് ദ ജോബ് ഓഫ് എനിബഡി, ഇറ്റ് ഇസ് ദ ജോബ് ഓഫ് എൻ ആക്ടർ. സോ ഐ kept on doing it, and I kept on recording the voice of native speaker in the same language. ഒരു മലയാളിയുടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ബാസിൽ, ടോബിയുടെ ഡയറക്ടറാണ്. അവൻ്റെ അടുത്ത് ഇത് വായിക്കാൻ പറ്റുമോ, എന്താ അതെ ഇത് നിനക്ക് റീഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ റീഡ് ചെയ്താൽ ഞാൻ ഇടയ്ക്ക് ഐ കീപ്പ് ഓൺ ലിസ്ണിംഗ്, ബിക്കോസ് മലയാളി cannot recognize how it is different from Kannada. But it can be only recognized by a person who doesn't speak the language. അപ്പോൾ എനിക്ക് മനസ്സിലാവും, ഓ ഇത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓക്കെ, വാട്ട് ഷുഡ് ഐ ഡു? ബട്ട് സ്റ്റിൽ ഹി ഷുഡ് ലുക്ക് എ ലോക്കലൈറ്റ്. സോ അത് ഞാൻ ചെയ്തു, ആ ലാംഗ്വേജ് അത് ചെയ്തു. പിന്നെ അത് ചെയ്യാതെ ഇപ്പോൾ പോയാൽ അത് ബുദ്ധിമുട്ടുണ്ടാവില്ല. സിങ് സൗണ്ട്, പിന്നെ കുറച്ച് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ഡയലോഗ് പറഞ്ഞല്ലോ, രാജ് സാർ എനിക്ക് തോന്നുന്നു ഒരു 1 hour അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. 1 hour 2 hour ഒന്നും പോയിട്ടില്ല. 1 hourന്റെ കുറച്ച് ഡയലോഗ്സിന്റെ ഒരു പോസ്, അത്തരം
മലയാളിയുടെ ഒരു ഭാഷയുടെ ഒരു പോസ് ഉണ്ടാവല്ലോ മലയാളത്തിന്റെ. അപ്പം അത് ചിലത് ലെജിബിൾ ആവാത്തതുകൊണ്ട് നമ്മൾ അത് എടുത്തു എന്ന് മാത്രം. പക്ഷെ ബാക്കിയെല്ലാം നമ്മൾ സബ്ജക്ട് അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം പലതും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മൊമെന്റ്സ് ആയിരുന്നില്ല സിനിമയിൽ സംഭവിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ റീക്രിയേറ്റ് ചെയ്യുന്ന ഡബിങ്ങിന് തന്നെ വേണ്ടി വന്നെ ഒരു മാസം എഫേർട്ട് കൂടുതൽ എടുക്കേണ്ടി വന്ന ഡബിങ്ങിന് വേണ്ടിയിട്ടാണ്. സാറിന് ഇപ്പം ആസ് എ ഡയറക്ടർ മലയാളത്തിൽ സാർ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? കാരണം ഐ എം എ ബിഗ് ഫാൻ ഓഫ് യു ആസ് എ ഡയറക്ടർ മെയിൻലി. ബാക്കി എല്ലാത്തിലും എനിക്ക് ഇഷ്ടമുള്ള ആക്ടറാണ്, ഇഷ്ടമുള്ള റൈറ്ററാണ്. ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് സാർ. അപ്പോൾ സാർ മലയാളത്തിൽ എന്തെങ്കിലും സിനിമകൾ ഡയറക്ട് ചെയ്യാനുള്ളൊരു ഞാനിപ്പോ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഒരു വെബ് സീരീസിൽ തുടങ്ങും. ആ വെബ് സീരീസ് അത് കൂടുതലായിട്ട് തമിഴ്, കന്നഡ, പിന്നെ തെലുഗു ആ ലാംഗ്വേജിൽ. ആ ഒരു വെബ് സീരീസിൽ വേറെ വേറെ ലാംഗ്വേജ് വരും. പക്ഷേ ഒരു ആഗ്രഹമുണ്ട് എനിക്ക് ഈ നെക്സ്റ്റ് വർഷം ഈ ഇതിൽ മലയാളത്തിൽ ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ഐ ഷുഡ് റൈറ്റ് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. അതാണ് എന്റെ ഐഡിയ. അതെ അതെ. അതെന്താ വെച്ചാൽ എനിക്ക് ഇപ്പോ ഡയറക്ഷൻ ആ ടൈം ഇല്ല. സോ ടു ഡയറക്ട് ദാറ്റ് ഫിലിം ഐ ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ടൈം. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ഫിലിം ടു കീപ് ഓൺ വെയിറ്റിംഗ്. അതാണ് ഇനിഷ്യൽ പ്ലാൻ ഇപ്പത്തെ. സോ മലയാളം എഴുതാൻ വേണ്ടിയിട്ട് ലിമിറ്റേഷൻസ് സാറിന്? അത് എന്താ വെച്ചാൽ വലിയ ഡയലോഗ് ഹെവി ഫിലിം ഒന്നും അല്ല. എനിക്ക് ഇംഗ്ലീഷിൽ എഴുതിട്ട് പിന്നെ എൻ്റെ ഡയറക്ടറുടെ കൂടെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ സാർ. അപ്പം രുതിരം ഏറ്റവും നല്ലൊരു സിനിമയായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരുപാട് തളർന്നു. ആദ്യമായിട്ട് സന്തോഷം, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.